ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് VR എന്ന സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഭീമാണെങ്കിൽ ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. അവൻ ഉറക്കം എഴുന്നേൽക്കുന്ന ടൈമിന് അവൻ്റെ കട്ടിൻ്റെ സൈഡിൽ അവൻ കിടന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് അവൻ ഇന്നലെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ വാങ്ങിച്ച പൂക്കളിരിപ്പുണ്ടായിരുന്നു. അവനങ്ങനെ ഉറക്കം എഴുന്നേറ്റപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് നമ്മുടെ വാങ്ങിച്ച് വെച്ചിരുന്ന ആ ഒരു പൂക്കളാണ്. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കും ഇത് എവിടെ നിന്ന് വന്നു, ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് പെട്ടെന്ന് ഇന്നലെ രാത്രി നടന്നൊരു സംഭവം ഓർമ്മ വരാണ്. മറ്റൊന്നല്ല, നമ്മുടെ ഭീമാണെങ്കിൽ പുമ്മിനെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ക്ലോസ് ആയിട്ട് ചെന്നിരുന്നില്ലേ, ആ ഒരു സീനാണ്. അപ്പോൾ അതാലോചിച്ചിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം ആ പൂവൊക്കെ മാറ്റി വെച്ചിട്ട് അവൻ കോളേജിന് പോകാനായിട്ട് റെഡിയായി ഇറങ്ങുകയാണ്. അപ്പോൾ ഇവൻ്റെ ആൻറ്റി ആണെങ്കിൽ ഇവരുടെ വീട്ടിലായിട്ട് തന്നെ ഒരു കഫേ പോലെ ഇന്ന് നടത്തുന്നുണ്ട്. അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവൻ്റെ ആൻറ്റി ആണെങ്കിൽ ഇന്നലെ രാത്രി നീ എന്തുമാത്രം കുടിച്ചെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ, ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് വല്ല അറിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവനാണെങ്കിൽ ഇന്നലെ ആരാ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ ഫ്രണ്ടാ വീട്ടിൽ കൊണ്ട് വിട്ടത്, അതൊന്നും നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു ടൈമിന് ഭീമ വീണ്ടും പുമ്മിനെ അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വിളിച്ചൊരു കാര്യം ഓർക്കാണ്. ആ സമയം അവന് അത് ശരിക്കും നടന്നതാണോ, അവൻ എന്തെങ്കിലും ചെയ്തോ എന്നൊരു ചിന്ത അവൻ്റെ മൈൻഡിലേക്ക് കയറി വരികയാണ്. ആ സമയം അവൻ്റെ ആൻറ്റി നീ വലുതായെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് ഇതിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, നീ ഇതിനെ സ്വയം ശ്രദ്ധിക്കണം, എപ്പോഴും ഇങ്ങനെ പാർട്ടിയൊക്കെ ആയിട്ട് നടന്നാൽ പോരാന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ അവിടെ ഒരു ബ്രെഡും എടുത്തിട്ട് അതും കഴിച്ചുകൊണ്ട് ഞാൻ കോളേജിലേക്ക് പോവാണ്, ഇനി നിന്ന് കഴിഞ്ഞാൽ കുറേ കംപ്ലയിൻറ്റ് കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഭീമും ക്യൂവും കൂടെ ആയിട്ട് ഡ്രിങ്ക്സും ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഒരിടത്ത് വന്നിരിക്കുന്നതാണ്. ആ ഒരു ടൈമിന് ഭീമാണെങ്കിൽ എൻ്റെ ദൈവമേ എനിക്ക് തലവേദനിച്ചിട്ട് വയ്യേ, ഇതുവരെയായിട്ട് എൻ്റെ തലവേദന മാറിയിട്ടില്ല എന്ന് പറയാണ്. ക്യൂ അപ്പോൾ അത് പിന്നെ നീ ഇന്നലെ രാത്രി ഒരുപാട് ഡ്രിങ്ക് ചെയ്തില്ലേ, അല്ല ഇന്നലെ രാത്രി നിന്നെ ആരാ വീട്ടിൽ കൊണ്ട് വിട്ടേന്ന് ചോദിക്കുകയാണ്. ആ ഒരു ടൈമിന് പെട്ടെന്ന് വീണ്ടും ഭീമിൻ്റെ മൈൻഡിൽ അവനും പൂമ്പും കൂടെ ക്ലോസ് ആയിട്ടിരുന്ന ഓർമ്മ വരികയാണ്. എന്നിട്ട് അവനത് ആരാന്ന് പറയാതിരിക്കാനായിട്ട് അയ്യോ എനിക്ക് വയ്യേ മടിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കമന്ന് കിടക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് ടോയ് വരാണ്. അങ്ങനെ ടോയിനെ കണ്ടിട്ട് ഭീമാണെങ്കിൽ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻട്രൻസ് എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ട്, എനിക്കത് ആവശ്യമില്ലാത്ത കാര്യമാണ്, എന്നാലും അവരെനിക്കെടുത്ത് തരാമെന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ അത് കേട്ടിട്ട് അത് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടോയ് ആണെങ്കിൽ അറിയാം, എന്നാലും എനിക്ക് വയ്യാന്ന് പറയാണ്. ആ ഒരു ടൈമിന് നമ്മുടെ ഭീമാണെങ്കിൽ അവിടെ മടി പിടിച്ചിരിക്കുന്ന കണ്ടിട്ട് അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലാസ് ഇല്ലേ, നിങ്ങളെന്താ ക്ലാസ്സിൽ പോകാതെന്ന് ചോദിച്ചപ്പോൾ ഭീമാണെങ്കിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, സാർ ഓൾറെഡി നമുക്കുള്ള വർക്ക് തന്നു, അതും വാങ്ങിച്ചിട്ട് നമ്മളിത് ഇവിടെ വന്നിപ്പോൾ ഇരിക്കാമെന്ന് പറയാണ്. ആ ഒരു ടൈമിന് ടോയ് ആണെങ്കിൽ വർക്ക് ചെയ്ത് തീർക്കാൻ കുറേ സമയം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് പതുക്കെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടോയ് ആണെങ്കിൽ പോകാനായിട്ടിരുന്നപ്പോൾ നമ്മുടെ ക്യൂ ആണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ആ ഒരു ഫുഡ് കണ്ടിട്ട് കൊതി വന്നിട്ട് ടോയ് ആണെങ്കിൽ എനിക്ക് വിശക്കുന്നു എന്ന് പറയാണ്. എന്നിട്ട് ക്യൂവിൻ്റെ അടുത്ത് ഒന്നും പറയാതെ ക്യൂവിൻ്റെ കയ്യിരുന്ന ഫുഡും വാങ്ങിച്ചിട്ട് ഒറ്റ ഓട്ടോടാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് കണ്ടോ നിൻ്റെ പ്രിയപ്പെട്ട ജൂനിയർ എന്ത് വികൃതിയാണെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് പുമ്മും മിക്കും ബിയറും കൂടെ ആയിട്ട് ക്യാൻറ്റീനിലിരിക്കുന്നതാണ്. ആ ഒരു ടൈമിന് പുമ്മാണെങ്കിൽ ബിയറിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ ഹോംവർക്കിൽ ഒരെണ്ണം ചെയ്യാൻ വിട്ടുപോയി, അതായത് എനിക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല, അതിൻ്റെ ആൻസർ ഞാൻ നിൻ്റെ നോക്കി എഴുതിക്കോട്ടേന്ന് ചോദിക്കുകയാണ്. ആ ഒരു ടൈമിന് ഇവരിങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ട് മിക്കാണെങ്കിൽ ഏത് ഹോംവർക്കെന്നോ ചോദിക്കുന്നുണ്ട്. ആ സമയം ബിയർ ഇന്ന് ഉച്ചത്തെ ക്ലാസ്സിന് കൊടുക്കേണ്ട ഹോംവർക്കല്ലേ, നീ അത് ചെയ്തില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം മിക്ക് ഓ അങ്ങനെ ഹോംവർക്ക് ഉണ്ടായിരുന്നോ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു, നിൻ്റെ ഹോംവർക്ക് ഞാനും കൂടെ കണ്ടെഴുതിക്കോട്ടെ, അത് എനിക്ക് തരണേന്ന് പറയാണ്. ആ സമയം പുമ്മാണെങ്കിൽ നീ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നോ, ഇങ്ങനെയാണ് നീ പാസ്സായി പോയത് തന്നെയെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് ടാൻ വന്നിരിക്കുകയാണ്. വന്നിരുന്ന ഉടനെ ഒരു സ്വീറ്റ്സിൻ്റെ ഒരു കവർ എടുത്തിട്ട് നമ്മുടെ പുമ്മിൻ്റെ ആയി കൊടുത്തിട്ട് ഇത് ഫാങ്ങിന് കൊടുക്കാനായിട്ട് പറയാണ്. പുമ്മ അത് നോക്കിയ ശേഷം ഇത് ഞാൻ ഫാങ്ങിന് അങ്ങനെ വാങ്ങാറില്ല, ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ അവനാണെങ്കിൽ ഇതെന്താ ഇപ്പോൾ ഇതിങ്ങനെ വാങ്ങിയും ചോദിക്കത്തില്ല എന്ന് പറയാണ്. ആ സമയം ടാനാണെങ്കിൽ അത് കുഴപ്പമില്ല, ഒരു വെറൈറ്റിക്ക് വാങ്ങിച്ചതൊക്കെ പറഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ടാനിൻ്റെ അടുത്ത് സ്വയം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ടാനാണെങ്കിൽ എനിക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ലയെന്ന് പറയാണ്. ആ സമയം ഇവരെ സംസാരം കേട്ടിട്ട് നമ്മുടെ മിക്കും ബിയറും കൂടെ ആയിട്ട് ടാനിന് ഫാങ്ങിന് ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടാനാണെങ്കിൽ പതുക്കെ പറ ആരെങ്കിലും കേൾക്കുമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഫാങ് അങ്ങോട്ടേക്ക് വരാണ്. അങ്ങനെ ബിയർത്ത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടാൻ അത് വിശ്വസിച്ചില്ല. ടാനാണെങ്കിൽ പിന്നെ നിൻ്റെ ഇട്ടൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് പറയാണ്. ഇതേ ടൈം നമ്മുടെ ഫാങ് പുറകെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഫാങ്ങിന് പെട്ടെന്ന് ടാൻ കണ്ടതും ഞെട്ടുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഫാങ് ആണെങ്കിൽ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പുമ്മ ചോദിക്കുകയാണ്. ആ സമയം ഫാങ് ആണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനായിട്ട് വരാനായിട്ട് പറഞ്ഞു, അങ്ങനെ വന്നപ്പോൾ നിങ്ങളിരിക്കുന്ന കണ്ടു, അതുകൊണ്ട് ഒരു ഹായ് പറയാനായിട്ട് വന്നേന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ പുമ്മാണെങ്കിൽ നമ്മുടെ ടാൻ നേരത്തെ കൊടുക്കാൻ പറഞ്ഞ സ്വീറ്റ്സിൻ്റെ കവർ ഫാങ്ങിൻ്റെ അടുത്ത് കൊടുത്തിട്ട് നിനക്ക് വേണ്ടി വാങ്ങിച്ചാണ് കഴിച്ചോളാനായിട്ട് പറയാണ്. ഫാങ് അതിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഫാങ്ങിനെ കണ്ടിട്ട് ടാനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒഴുകി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നാളെ മിക്കും ബിയറും പുമ്മൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ഫാങ് ആണെങ്കിൽ പുമ്മിൻ്റെ അടുത്ത് ഇന്ന് വൈകുന്നേരം വീട്ടിൽ ഒരുമിച്ചാണോ പോകുന്നതെന്ന് വെച്ചപ്പോൾ പുമ്മ ഞാനിന്ന് വൈകുന്നേരം ഫ്രീ അല്ല, നീ പൊക്കോളാനായിട്ട് പറയാണ്. അങ്ങനെ ഫാങ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഭീമും
ക്യൂവും പിന്നെ ഫായും പിന്നെ മറ്റു കുറച്ച് പിള്ളേരും കൂടെ ആയിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ തന്നെ ഡ്രോയിങ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ പീമിന് പുമ്മ മെസ്സേജ് അയച്ചിട്ട് 4 മണിയാകുമ്പോഴത്തേക്കും ഫ്രീ ആയി നിൽക്കണം, ഞാൻ നിന്നെ ഒന്ന് പിക്ക് ചെയ്യുമെന്ന് പറയാണ്. ആ ഒരു മെസ്സേജ് കണ്ട് കുറച്ച് ടൈം കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ടേക്ക് പുമ്മ വരാണ്. അങ്ങനെ നമ്മുടെ പീമിന് പുമ്മാണെന്ന് മനസ്സിലാവാണ്. അവനങ്ങനെ ആരുടെ പറയാതെ അവൻ ആ കാറിൽ കയറി പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ക്യൂവും ഫായും കൂടെ ആയിട്ട് ഇത് ആരെ കാറാ, ആ കാറിൽ ആരാണ് ഇവനെ പിക്ക് ചെയ്യാൻ വന്നതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ കാറ് പോയി കഴിഞ്ഞപ്പോൾ ഫായ് ആണെങ്കിൽ ഇതാരാ, പീമ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടാണല്ലോ പെരുമാറുന്നത്, ഇനി നമ്മളറിയാതെ അവനല്ല ബോയ് ഫ്രണ്ട് സെറ്റായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ക്യൂ ആണെങ്കിൽ എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫായ് ആണെങ്കിൽ നിനക്ക് അറിയണമെന്ന് ആഗ്രഹമില്ലെന്ന് വെച്ചപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. ആ സമയം ഫായ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് പീമിനെ ഫോൺ ചെയ്യും, എന്നിട്ട് അവൻ്റെ അടുത്ത് അവൻ്റെ ഒരു സാധനം എടുക്കാനായിട്ട് മറന്നു എന്ന് പറയുന്ന പറഞ്ഞിട്ട് ഫായ് ആണെങ്കിൽ ചുറ്റും എന്ത് സാധനം എടുക്കാൻ മറന്നു എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ക്യൂ ആണെങ്കിൽ ഭയങ്കര ശാന്തമായിട്ട് ഒന്നും ചെയ്യാത്ത തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പീമും പുമ്മും കൂടെ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുമ്മാണെങ്കിൽ പീമിൻ്റെ അടുത്ത് നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ പീമ് എനിക്കങ്ങ് വേണ്ട, എനിക്ക് വിശപ്പൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പുമ്മാണെങ്കിൽ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ മെനുവിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മുടെ പീം എത്തി നോക്കുന്നുണ്ട്, അത് പുമ്മു ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പുമ്മു പീമിൻ്റെ അടുത്ത് നിനക്ക് ഏതെങ്കിലും ഫുഡ് അലർജി ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറയാണ്. അങ്ങനെ പുമ്മാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാണ്. ആ ഒരു ടൈമിന് പീമിൻ്റെ വയറ്റിൽ നിന്ന് വിശന്നിട്ട് സൗണ്ട് വരെ കേൾക്കുന്നുണ്ട്. ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ പീമിന് നല്ല വിശപ്പുണ്ടെന്ന് പുമ്മിന് മനസ്സിലാവാണ്. ആ ഒരു ടൈമിന് പുമ്മാണെങ്കിൽ പീമിനോട് നിൻ്റെ പേര് പീം എന്ത് കോമൺ ആയിട്ടുള്ള പേരാണെന്ന് പറയാണ്. ആ സമയം പീമാണെങ്കിൽ നിൻ്റെ പേര് പിന്നെ ഒട്ടും കോമൺ അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പുമ്മിൻ്റെ അടുത്ത് എന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചത്, നിനക്ക് ഫുഡ് കഴിക്കാൻ എൻ്റെ കൂട്ടൊന്നും ആവശ്യമില്ലെന്ന് എനിക്കറിയാം, പിന്നെ എന്നാത്തിനെ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് പുമ്മ് മറ്റൊന്നുമില്ല, നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് വിളിച്ചതെന്ന് പറയാണ്. എന്നിട്ട് പുമ്മ് നീ എനിക്കായിട്ട് ചെയ്തു തരേണ്ട ഡ്യൂട്ടീസ് എന്താണെന്ന് ഇതുവരെയായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, നീ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യണം, നീ എൻ്റെ വീട് ക്ലീൻ ചെയ്യണം, ഞാൻ പറയുന്നത് മൊത്തം നീ അനുസരിക്കണമെന്ന് പറയാണ്. ആ സമയം പീമ് ഇതൊക്കെ കുറച്ച് ഓവറാണ്, നീ എൻ്റെ കാര്യം കുറച്ചൊന്ന് ആലോചിച്ചോ, എനിക്ക് കോളേജിൽ എന്തുമാത്രം വർക്കുണ്ട്, ഞാൻ ഉറങ്ങാതെ ഇരുന്ന് അതൊക്കെ ചെയ്യുന്നത്, എൻ്റെ ഇടയിൽ ഇനി ഞാൻ ഇതും കൂടെ ചെയ്യണോ, ഒരു കാര്യം ചെയ്യും, ഈ വർക്കൊക്കെ ഞാൻ ചെയ്യാം, അതിന് പകരമായിട്ട് എനിക്ക് 2 ലക്ഷം രൂപ എനിക്ക് തരാനായിട്ട് പറയാണ്. നമ്മുടെ പുമ്മാണെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലായിട്ട് അടയ്ക്കണമെന്നും പറഞ്ഞ് പീമിനെ കാണിച്ചതും 2 ലക്ഷം രൂപയായിരുന്നു. ആ 2 ലക്ഷം രൂപ നീ എനിക്കിതാ, ഞാൻ ജോലി ചെയ്യാമെന്നാണ് ഇപ്പോൾ പിമ്മ് പറഞ്ഞത്. ആ സമയം പുമ്മാണെങ്കിൽ ഓക്കെ ഞാൻ നിനക്ക് 2 ലക്ഷം രൂപ തരാം, പക്ഷേ ആദ്യം നീ ജോലി മൊത്തം ചെയ്ത് തീർക്കാനായിട്ട് പറയാണ്. അവരുടെ ടൈമിന് പീമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം അവർ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വരെയാണ്. അവരുടെ നേരെ ഫുഡ് കഴിച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പീം ഇപ്പോൾ എങ്കിൽ ശരി ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ പുമ്മാണെങ്കിൽ ഇതുവരെയായിട്ട് പോകാറായിട്ടില്ല, എനിക്ക് ഷോപ്പിങ്ങിന് പോകണം, എൻ്റെ കൂടെ വാ, എൻ്റെ ബാഗ് എടുക്കാനുള്ള നീയാണെന്ന് പറയാണ്. അങ്ങനെ അവർ നേരെ ഷോപ്പിങ്ങിന് പോവാണ്. കട പോലും വിടാതെ സകലത്തിലും കയറി ഇറങ്ങുന്നുണ്ട്. കയറി ഇറങ്ങാൻ മാത്രമല്ല ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം പിടിച്ച് നമ്മുടെ പീം നടക്കാണ്. പുമ്മാണെങ്കിൽ ഓരോ കടയിൽ കയറുമ്പോഴും പീം അവിടെ കയറി കിടന്ന് ഉറങ്ങുന്നവരെയുണ്ട്. അതിനുശേഷം അവരിങ്ങനെ നടക്കുന്ന ടൈമിന് പീമാണെങ്കിൽ എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഞാൻ ഡ്രിങ്ക്സ് വാങ്ങാനായിട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഒരു കടയിൽ ചെന്നിട്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാണ്. അവൻ അതിനുള്ള പൈസ എടുക്കാൻ ലേറ്റാവുന്ന കണ്ടിട്ട് പുമ്മ അതിനുള്ള പൈസ കൊടുത്തിട്ട് നീ ഭയങ്കര സ്ലോ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രിങ്ക്സ് വാങ്ങിച്ച് അവരിന് ചെന്നിരിക്കുകയാണ്. ഇരുന്നപ്പോഴേ പുമ്മാണെങ്കിൽ നമുക്ക് തിരിച്ച് പോകാമോ എന്ന് ചോദിക്കുകയാണ്. പീം അപ്പോൾ ഞാൻ ഒന്ന് കുടിച്ച് തീർക്കട്ടെ എന്നിട്ട് തിരിച്ചു പോകാമെന്ന് പറയാണ്. ആ സമയം പുമ്മ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, എനിക്കിവിടെ അടുത്തായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്, പെട്ടെന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ വരാമെന്ന് പറയാണ്. ആ സമയം പീം പെട്ടെന്ന് കഴിയുമെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ പുമ്മ അത് വേണ്ട, ഈ ഇത്രയും വാങ്ങിച്ച സാധനങ്ങളും കൊണ്ട് എനിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ പീമാണെങ്കിൽ അതിന് നീയല്ലല്ലോ എടുത്തുകൊണ്ട് നടക്കുന്നത്, ഞാനല്ലേ അതെല്ലാം പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയാണ്. ആ സമയം പുമ്മ ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയാം. അങ്ങനെ പുമ്മാണെങ്കിൽ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫാങ് വീട്ടിൽ ഇരിക്കുന്നതാണ്. ആ ഒരു ടൈമിന് പുമ്മ അങ്ങോട്ടേക്ക് വരാണ്. അങ്ങനെ പുമ്മിനെ കണ്ടിട്ട് ഫാങ് ആണെങ്കിൽ അല്ല എന്ത് പറ്റി നീ വീട്ടിലോട്ടുന്നത്, ഞാൻ വിചാരിച്ചു നീ ഇന്ന് അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുമ്മ് ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് വരാമെന്ന്, ഞാൻ എന്തായാലും ഇതുവഴി പാസ് ചെയ്തല്ലേ, അതുകൊണ്ട് പിന്നെ ഇന്നിനി അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. ആ ഒരു ടൈമിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ പുമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാങ് അല്ല എന്ന് പറ്റി ഇന്ന് നീ ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് വെച്ചപ്പോൾ പുമ്മ ഞാൻ ഫണ്ണായിട്ട് ഒരു കാര്യം ചെയ്തു എന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ പീമിനെയാണ് കാണിക്കുന്നത്. ഇത്രയും സമയമായിട്ടും പുമ്മാണെങ്കിൽ പീമിനെ തിരിച്ച് വിളിക്കാനായിട്ട് ചെന്നതേയില്ല. ഇപ്പോഴും അവനാണെങ്കിൽ ആ ഒരു ഷോപ്പിംഗ് മോളിൽ തന്നെ ആ ഒരു സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പണി കൊടുത്തതിനെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മുടെ പുമ്മ് ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പീമാണെങ്കിൽ പുമ്മിനെ കോൾ ചെയ്യുന്നുണ്ട്, എന്നാൽ പുമ്മ് ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് പുമ്മ് ഫാങ്ങിൻ്റെ അടുത്ത് ഞാൻ റൂമിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ടാനിനെയും ചെയിനിനെയും പന്നിനെയാണ് കാണിക്കുന്നത്. ടാനാണെങ്കിൽ അവർ രണ്ടുപേരെയും കൂടെ ആയിട്ട് ഒരു കുഞ്ഞു കടയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ പുതിയതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, നല്ല അടിപൊളി ഫുഡാണ്, നിങ്ങൾ കഴിച്ചു നോക്കണം,
സൂപ്പറാണെന്നൊക്കെ പറയാണ്. ചെയിനപ്പോൾ നീ ഇവിടുത്തെ ഫുഡ് ഇനിമേ കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ ടാൻ ഇല്ലയെന്ന് പറയാണ്. പന്നപ്പോൾ പിന്നെ നീ ഇവിടുത്തെ റിവ്യൂസ് കണ്ടിട്ടാണോ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ അതും അല്ലയെന്ന് പറയാണ്. പിന്നെ അവരുടെ പിന്നെ എങ്ങനെ ഇവിടുത്തെ ഫുഡ് കൊള്ളാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ടാനാണെങ്കിൽ അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടിരിക്കുന്നവരെ തോന്നി, അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടെണ്ണത്തിനെയും വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറയാണ്. ആ ഒരു ടൈമിൽ ചെയിനാണെങ്കിൽ ടാനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ടാനാണെങ്കിൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണല്ലോ ഫുഡ് കഴിക്കുന്ന, ഒറ്റയ്ക്കാണ് ഉറങ്ങുന്ന, ഒറ്റയ്ക്കാണ് ഇരിക്കുന്ന, ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത് തുടങ്ങിയ പാവമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ഒരു ടൈമിൽ ചെയിനും പന്നു ഓക്കെ പക്ഷേ ബാക്കിയുള്ളവർ എവിടെയെന്ന് വെച്ചപ്പോൾ ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറയാണ്. ആ സമയം പന്ന് അതുകൊണ്ട് ഞങ്ങളെ കിട്ടുവാണെങ്കിൽ ഞങ്ങളെയും കൊണ്ട് വന്നേണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ടാൻ അതെ നിങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് അല്ലേ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ ഇമോഷണലായിട്ട് സംസാരിച്ച് തുടങ്ങുകയാണ്. അതിനുശേഷം അവരിങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്നത് ഇങ്ങനെ കഴിക്കാനായിട്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ചെയിനാണെങ്കിൽ ഫുഡ് എങ്ങാനും കൊള്ളത്തില്ലെങ്കിൽ അടിച്ച് പറ്റിച്ചേരുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ആ ഒരു ടൈമിന് ഫസ്റ്റ് നമ്മുടെ പന്നാണ് കഴിക്കാനായിട്ട് തുടങ്ങാൻ പോയത്. അവനങ്ങനെ അവൻ്റെ ഫുഡിൽ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അവൻ വെജിറ്റബിൾസ് ഇല്ലാതെ വേണമെന്ന് ഓർഡർ ചെയ്യാനായിട്ട് മറന്നുപോയി. അങ്ങനെ അവനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് എനിക്കിത് വേണ്ട, എനിക്ക് വെജിറ്റബിൾസ് ഇല്ലാത്ത മതി എന്ന് പറയാണ്. ആ ടൈമിന് ചെയിനാണെങ്കിൽ അവൻ്റെ പാത്രത്തിലുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. ആ സമയം പന്നാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ നമ്മുടെ ചെയിനെ നോക്കുന്നുണ്ട്. അതിന് ഇങ്ങനെ പന്ന എടുത്തിങ്ങനെ കഴിക്കുകയാണ്. അതപ്പം കൊണ്ട് സെർവ് ചെയ്തതേ ഉള്ളൂ. അവൻ അതൊന്നും നോക്കാതെ എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ചൂടായിട്ട് അവൻ്റെ വാക്കിയാതിരുന്നിട്ട് അവനാണെങ്കിൽ എന്തോ ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ടാനും ചെയിനും എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഫുഡ് വാക്കിയാതിരുന്നത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് അവനിങ്ങനെ സംസാരിക്കുന്നതെന്ന്. ആ ഒരു ടൈമിന് പന്നാണി നമ്മുടെ ചെയിനെ പിടിച്ച് വെച്ചിട്ട് ഊതിത്താന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെയിനാണെങ്കിൽ ഊതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കട്ടറുമ്പായിട്ട് ടാൻ ഇരുന്നിട്ട് ഇതിനെ രണ്ടിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അതിനുശേഷം അവന് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം പന്നാണെങ്കിൽ എനിക്കിത് വേണ്ട, എനിക്ക് നിൻ്റെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയിനിൻ്റെ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിക്കുകയാണ്. അങ്ങനെ അവരുടെ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ടാനാണെങ്കിൽ എനിക്കിപ്പോൾ കൂടുതൽ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു, എനിക്ക് നൂഡിൽസ് ഒന്നും വേണ്ട, എനിക്ക് ഫുഡ് വേണ്ട, എൻ്റെ അടുത്തിരിക്കാനായിട്ട് എനിക്ക് ആരെങ്കിലും മതിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ ഭയങ്കര ഇമോഷണലായിട്ട് കരയാണ്. അതിനുശേഷം കാണിക്കുന്നത് പീമിനെയാണ്. പീം ഇപ്പോഴും പുമ്മിനെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽപ്പുണ്ട്. പുമ്മിനെ കോൾ ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ പുമ്മ് ഫോൺ എടുക്കുന്നില്ല. ആ സമയം പുമ്മിനെ കാണിക്കുമ്പോൾ അവൻ ഫ്രഷൊക്കെ ആയിട്ട് കിടക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. ആ ഒരു ടൈമിന് പുമ്മ അവൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പീമിൻ്റെ 12 മിസ് കോൾ കണ്ടിട്ട് തിരിച്ച് വിളിക്കുകയാണ്. പക്ഷേ ഈ ഒരു ടൈമിന് നമ്മുടെ പീമിൻ്റെ ഫോണിൻ്റെ ചാർജ് ചെയ്യുന്നു ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൾ എടുക്കുന്നില്ല അവൻ. അപ്പോൾ പുമ്മ വിചാരിച്ചു പീം ഓൾറെഡി തന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ പുമ്മാണെങ്കിൽ കിടന്നുറങ്ങുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ പീം ഇപ്പോഴും അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ടൈമിന് സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഷോപ്പിംഗ് മോൾ ക്ലോസ് ചെയ്യാൻ പോകുകയാണെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പീം അവൻ്റെ നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ ആൻറ്റി അവിടെ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ ഇത്രയും ഷോപ്പിംഗ് ബാഗിൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് അവൻ്റെ ആൻറ്റിന് ഇത്രയും ഷോപ്പിംഗ് ചെയ്തെന്ന് വെച്ചപ്പോൾ ഇതെൻ്റെ അല്ല, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അവൻ ഉറങ്ങാനായിട്ട് റൂമിലേക്ക് ചെല്ലാണ്. അവനത് ചെന്ന് നേരെ അവൻ്റെ ബെഡിൽ കിടക്കാണ്. ആ ടൈമിൽ അവൻ്റെ ഫോൺ ചാർജിനിടുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ ഫോൺ ഓൺ ആവുകയാണ്. ആ ഒരു ടൈമിൽ അവനൊരു കോൾ വരാണ്. അവനത് പുമ്മായിരിക്കുന്ന എഴുതിയിട്ട് എടുത്ത് വെച്ചിട്ട് എത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, നിനക്ക് എന്തെങ്കിലും പറ്റിയോ, ഞാൻ ടെൻഷനായിപ്പോയി, നീ ഇപ്പോൾ എവിടെയാണ് വീട്ടിലാണോ എന്ന് ചോദിക്കുകയാണ്. അത് പക്ഷേ ശരിക്കും ക്യൂ ആയിരുന്നു. അപ്പോൾ ക്യൂ ആണെങ്കിൽ നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നിനക്ക് വളരെ വട്ടായോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പീബ് എങ്ങനെയൊന്നുമില്ല, നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യൂ നിനക്ക് എന്താടാ പറ്റിയേ, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, ഞാൻ എന്തുമാത്രം ടെൻഷനായി, നീ എവിടെ പോയിരിക്കാനും ചോദിക്കുകയാണ്. ആ സമയം പീബ് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, പിന്നെ എൻ്റെ ഫോൺ ഓഫായി പോയെന്ന് പറയാണ്. ആ ഒരു ടൈമിൽ ക്യൂ ആണെങ്കിൽ ഇപ്പം നീ കുറേ നേരമായിട്ട് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാറെന്ന് പറഞ്ഞില്ലേ, നീ ആരെ വെയിറ്റ് ചെയ്ത് നിന്നേന്ന് ചോദിക്കുകയാണ്. ആ സമയം പീബ് ആരെയും വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ കോൾ വയ്ക്കുകയാണ്, ഞാൻ പോയി കുളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് അവൻ അങ്ങ് കുളിക്കാനായിട്ട് പോവാണ്. ഈ ഒരു ടൈമിൽ ക്യൂ ആണെങ്കിൽ അപ്പോഴും അവനാണെങ്കിൽ അവൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ തന്നെ ഇരിക്കുമായിരുന്നു. കോളേജിൽ തിരിച്ച് വീട്ടിൽ പോകാതെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അവനും കോൾ കട്ട് ചെയ്തിട്ട് അവനവൻ്റെ ബാഗ് എടുത്തിട്ട് പോകാനായിട്ട് ഇറങ്ങാണ്. ആ ഒരു ടൈമിന് അവനിങ്ങനെ നടന്നു പോകുന്ന ടൈമിന് ഒരു റൂമിൽ ലൈറ്റ് കിടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ടോയ് ആണെങ്കിൽ ക്ലേ മോഡൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ക്യൂ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നീ ഇതുവരെയായിട്ട് വീട്ടിൽ പോയില്ലേ, ലേറ്റായിട്ട് ഇപ്പോഴും ഇരിക്കുകയാണെന്ന് വെച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എൻ്റെ കഴിവ് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്, അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാണെന്ന് പറയാണ്. ആ ഒരു ടൈമിൽ ക്യൂ ആണെങ്കിൽ പക്ഷേ ലേറ്റായി ഒറ്റയ്ക്കിരുന്ന അപകടമല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ടോയ് ആണെങ്കിൽ ഇപ്പോൾ നീ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ കുഴപ്പമില്ല എന്ന് പറയാണ്. ആ ഒരു ടൈമിന് ക്യൂ ആണെങ്കിൽ ശരി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനോട് ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറിയിരിക്കുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾ വന്നല്ലോ, ഞാൻ നിങ്ങളെ മാസ്റ്റർ ക്യൂ എന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ടോയിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ്റെ നെറ്റിലൊരു കൊട്ട് കൊടുക്കുകയാണ്. ആ ഒരു ടൈമിന് ടോയ് വേദനിച്ചിട്ട് അവൻ്റെ നെറ്റി തടകുന്നുണ്ട്. എന്നാൽ അവൻ്റെ കയ്യിൽ ഓൾറെഡി ക്ലേ ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ നെറ്റിൽ അവർ ക്ലേ ആവുകയാണ്. അങ്ങനെ ക്യൂ ആണെങ്കിൽ അത് അവന് തുടച്ചു കൊടുക്കുകയാണ്. ആ ഒരു ടൈമിൽ അവർ തമ്മിൽ നല്ല ഐ കോൺടാക്റ്റ് ആവുന്നുണ്ട്. അത് കുറേ നേരം ഇങ്ങനെ ഐ കോൺടാക്റ്റ് ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന്
ക്യൂ ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് എന്നെ നീ മാസ്റ്റർ നിന്ന് വിളിക്കണ്ട, നീ നിൻ്റെ വർക്ക് നേരെ ചെയ്യാൻ പറയാണ്. അങ്ങനെ ടോയ് ആണെങ്കിൽ അവൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ വർക്ക് ചെയ്ത് നിർത്തിയിട്ട് അവൻ്റെ കയ്യിലുള്ള ക്ലേ ആണെങ്കിൽ ക്യൂവിൻ്റെ മുഖത്തേക്ക് തേക്കാണ്. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ക്ലേ തേക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ അവിടെ ഒരു കുഞ്ഞ് ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് അവിടെ നല്ല ക്ലോസ് ആയി വരുന്നുണ്ട്. ആ സമയം അവർ തമ്മിൽ ഐ കോൺടാക്റ്റ് ആവുന്നുണ്ട്. ഐ കോൺടാക്റ്റ് കഴിഞ്ഞ ശേഷം ക്യൂ ആണെങ്കിൽ ടോയുടെ അടുത്തേക്ക് അവൻ്റെ മുഖത്തുള്ള ക്ലേ ഇങ്ങനെ തുടച്ചു കൊടുക്കാനായിട്ട് ചെല്ലുന്ന പോലെ പോയിട്ട് അവൻ്റെ മുഖത്ത് വീണ്ടും ക്ലേ വെച്ച് തേക്കാണ്. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഇതങ്ങ് കണ്ടിന്യൂ ആയി പോവുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് പാർട്ട് 1 ഞാനിവിടെ എൻഡാക്കാണ്. ഞാനിതിപ്പോൾ ഇങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്യുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. ഒരു പക്ഷേ അരമണിക്കൂർ കടന്നേരെ പോകും. കാരണം VR-ൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്തത്. അതൊരൊറ്റ പാർട്ട് ചെയ്തിരുന്നെങ്കിൽ അരമണിക്കൂറിൻ്റെ മേലെ പോയേനെ. ഇതിന് സെക്കൻഡ് പാർട്ടും കൂടെ ചെയ്ത് കഴിയുമ്പോൾ എത്ര ടൈം എനിക്ക് ആവുമെന്ന് അറിയത്തില്ല. ഞാനിതിപ്പോൾ ഒരൊറ്റ പാർട്ടായിട്ട് ഇങ്ങനെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഇനി കുറേ ടൈം എടുക്കും. ഇതിപ്പോൾ ജസ്റ്റ് റെക്കോർഡിങ് മാത്രമല്ല ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതിനെ എഡിറ്റായി വരുമ്പോഴത്തേക്കും അതിന് അതിൻ്റേതായ സമയം എടുക്കും. പിന്നെ ഡ്യൂറേഷൻ കുറേ എടുക്കുന്ന കാണുമ്പോൾ ഞാൻ തന്നെ അയ്യോ ഇത് ഇത്ര ഉണ്ടല്ലോ, ഇത് ഞാൻ എങ്ങനെ ചെയ്ത് തീർക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാവും. അവന് എനിക്ക് മടിയാവും. ഞാൻ സമയത്തിനും കാലത്തിനും ഒന്നും എഡിറ്റ് ചെയ്യത്തില്ല, ഞാനിങ്ങനെ വച്ചുകൊണ്ടിരിക്കും. ആ ഒരു കണക്കാണ്. ഇതിപ്പോൾ കുറച്ച് ടൈം മാത്രം കാണുമ്പോഴത്തേക്കും ചെയ്ത് തീർക്കുക എന്നുള്ളൊരു ഫീലാണ്. അരമണിക്കൂറോ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ ഞാനാണെങ്കിൽ എൻ്റെ ദൈവമേ അത്രയേ ഉണ്ട്, ഞാനിത് എങ്ങനെ എഡിറ്റ് ചെയ്ത് തീർക്കും എന്നുള്ള ഇതിലാണ്. അതുകൊണ്ടാണ് ഞാനിത് 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത് ബൈ.